ബ്രോ, ഈ അടുത്തിറങ്ങിയ ഒരു വലിയ പടത്തിൻ്റെ ക്ഷീണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം തീർത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതൊരു ഫണ്ണായിട്ടുള്ളൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. ഒരാളുടെ ലൈഫിൽ ഉണ്ടാവും ചില പ്രശ്നങ്ങളും അത് അയാൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് ഈ പടം വന്നിരിക്കുന്നത്. ഞാൻ വെച്ച് ഇന്നത്തെ ആ സിനിമ പ്രമോഷനിൽ അവർ പറഞ്ഞു ഇടിയനായ അച്ഛൻ്റെ ഇടിയനായ മകനെ കഥാണ് വിഷ്ണു കൃഷ്ണൻ പറയുന്നുണ്ടായി ഇൻ്റർവ്യൂസിലൊക്കെ. അത് തന്നെയാണ്. അപ്പം ഈ അച്ഛനെ പോലെ ഈ മകനാവോ ഇല്ലയോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കിത് കണ്ടപ്പം ത്രൂ ഔട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, വളരെ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ചില സോഷ്യൽ ഇഷ്യൂസും കൂടി ഈ ഫിലിമിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടിടത്തോളം ചിലപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. വിഷ്ണുവിൻ്റെ ആക്ടിങ് പൊളിയായിരുന്നു, അതായത് അടിപൊളി അഭിനയമായിരുന്നു. ഇതിനൊക്കെയാണ് വലിയ നടന്മാർ കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലായില്ലേ? അടിപൊളി ആക്ടിങ് ആയിരുന്നു. പിന്നെ ലാലലക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ലാലലക്സ് അടിപൊളി അഭിനയം. ലാലലക്സിൻ്റെ ഒരു വൻ തിരിച്ചുവരവാണ്. പിന്നെ ലാസ്റ്റ് 10 മിനിറ്റ് ഒരു ഫൈറ്റ് ഉണ്ട്, ക്രൗഡായിട്ടുള്ള ഒരു ഫൈറ്റാണ്. അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ സലീം കുമാറുണ്ട്. സലീം കുമാറിന് ഒരു കുറച്ച് സമയമേ ഉള്ളൂ. പിന്നെ അതിൽ സലീം കുമാറിൻ്റെ മകനുണ്ട് ചന്തു. പക്ഷേ പുള്ളി നെഗറ്റീവ് റോളാണ് ചെയ്തിട്ടുള്ളത്. ചന്തു നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെ ഒരു തമിഴാണ് പുള്ളി ഡയലോഗ് കംപ്ലീറ്റാണ് പറയുന്നത്. പക്ഷേ പുള്ളി ഇടയ്ക്ക് ഒരു കോമഡി ആയിട്ടും കൂടെ വരുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് റോൾ അത്യാവശ്യം കുഴപ്പമില്ല പുള്ളിക്ക് ചെയ്ത് വന്നിട്ടുണ്ടെന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കാണുമ്പോൾ നമുക്കൊരു കോമഡി ആയിട്ട് തോന്നും. എന്നാലും കുഴപ്പമില്ല. പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പീറ്റർ ഹെയ്ൻ വിചാരിച്ച ഒരു ഇത് കിട്ടി. ആക്ഷൻ പ്രതീക്ഷ വന്നുകൊണ്ടാണ്. വളരെ നല്ല സിനിമയാണ്, കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ച് നല്ല സ്റ്റണ്ട് ഇടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഇടി എന്ന് പറഞ്ഞാൽ പുലിമുരിയിലെ ആക്ഷൻ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ, ഭയങ്കര പഞ്ചോടുകൂടി നല്ല രസമുണ്ട്. അതേപോലെ കഥയും തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. പേര് കേട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, വേറൊരു രീതിയിലാണ് വിചാരിച്ചത്. പക്ഷെ നല്ല സിനിമയായിരുന്നു, നല്ലൊരു സന്ദേശമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ തന്നെ കുട്ടികളെല്ലാവരും കൂടെ, നമുക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങാനായിട്ട് മടിയായിരിക്കുമല്ലോ, ഓരോ പേരൻസും വിചാരിക്കും എൻ്റെ മക്കൾക്ക് അടി കിട്ടരുത് ഇതെന്നൊക്കെ വിചാരിക്കുന്നവർ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നന്നായിട്ട് തൂത്തെറിയാൻ പറ്റുമെന്നുള്ള ഒരു നല്ല സന്ദേശം അതിലുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു. ഒരു മിനിറ്റ് പോലും ലാഗ് ചെയ്തില്ല. നമുക്കങ്ങനെ ലാഗ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള നല്ലൊരു സിനിമയായിരുന്നു. നന്നായിട്ട് ഫൈറ്റൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പാകത്തിന് അത്രേ ഉള്ളൂ. പീറ്റർ ഹൈൻ്റെ ടാഗൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റിവെഞ്ച് ഡ്രാമ അത്രേ ഉള്ളൂ. അധികം ഡീസൻ്റായിട്ട് എടുത്തിട്ടുണ്ട് അത്രേ. അതില്ല, ആ ലെവലൊന്നുമില്ല. ഒരു ഡീസൻറ്റ് വാച്ച് അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഇത് എല്ലാവിധ ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെൻറ്റിമെൻറ്റ്സും ആക്ഷനും അത്യാവശ്യം കോമഡിയും ഒക്കെയുള്ള നല്ലൊരു സിനിമയാണ്. ഒരു സെക്കൻഡ് പോലും ലാഗില്ല. ത്രൂ ഔട്ട് ദ മൂവി നമ്മൾ ഇങ്ങനെ ഒറ്റ ഇതിലാണ് കണ്ടിരിക്കാം. പിന്നെ പീറ്റർ ഹെയ്നാണ് അതിൻ്റെ സ്റ്റൺ മാസ്റ്റർ. അതിൻ്റേതായി കാണാനുണ്ട്, നല്ല ഫൈറ്റ് സീൻസാണ്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വെരി ഗുഡ് അപ്കമിങ് ആക്ടർ ഐ ഷുഡ് സേ. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കൊള്ളാനും കുഴപ്പമില്ലായിരുന്നു. എബോ ആവറേജ്. അതിൻ്റെ സീക്വൻസ് ഒക്കെ നല്ലതായിരുന്നു. അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല. പ്രതീക്ഷിക്കാം. അത്രയ്ക്ക് ഇല്ലെങ്കിലും നമുക്ക് വൺ ടൈം വാച്ചാണ്.